നവീകരണത്തിന്റെ പേരിൽ സഞ്ചാരയോഗ്യമായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഒരു ഗ്രാമം. മുരിക്കാശ്ശേരി രാജപുരം കേരിത്തോട് റോഡാണ് ഈ ദുരവസ്ഥയിലുള്ളത്. പണികൾ നിർത്തി കരാറുകാരൻ മുങ്ങിയതോടെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും കരാറുകാരനെയും സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് റോഡ് കുത്തിപ്പൊളിച്ചത്. 7 കിലോമീറ്റർ ദൂരമുള്ള റോഡിന് 15 കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ടാറിംഗ് പൊളിച്ച് റോഡിന്റെ വീതി കൂട്ടാനെന്ന പേരിൽ വശങ്ങളിൽ കുഴിയെടുത്ത് മെറ്റലുകൾ നിറച്ചു. നിർമ്മാണത്തിന്റെ ആരംഭം മുതൽ പാളിച്ചകൾ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചെങ്കിലും ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ഇത് ചെവിക്കൊണ്ടില്ല. റോഡിന്റെ പല ഭാഗത്തായി ഏതാനും കലുങ്കുകൾ നിർമ്മിച്ച് കരാറുകാരൻ ബില്ല് മാറിയെടുത്ത് മുങ്ങി. ഇതിനിടെ കനത്ത മഴയിൽ റോഡിന്റെ വശങ്ങളിൽ നിറച്ചിരുന്ന മെറ്റലുകൾ ഒഴുകിപ്പോയി നിലവിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് സഞ്ചാരം പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് റോഡ്. നിലവിൽ ഒരു നടപടിയില്ല. ഒരു റോഡ് സഞ്ചാരയോഗ്യമായിരുന്നു ഇങ്ങനെ കുത്തിപ്പൊളിച്ച് നശിപ്പിച്ച് കുളം തോണ്ടിയിട്ട് ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടത് എന്ന വളരെ സിമ്പിളായൊരു ചോദ്യം മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അധികാരികൾ ഈ റോഡ് ശരിയാക്കി തന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള അവകാശം സാധിച്ചു തരണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക്. റോഡിന് അനുവദിച്ച പണം വകമാറ്റി ചെലവഴിച്ച് നിർമ്മാണം അട്ടിമറിക്കാൻ കരാറുകാരന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തതായും ആക്ഷേപമുണ്ട്. റോഡ് നിർമ്മാണത്തിൽ അലംഭാവം കാണിച്ച കരാറുകാരൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പിഴ ഈടാക്കി നിർമ്മാണം പുനരാരംഭിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ സ്കൂളുകൾ തുറക്കുന്നതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാകുമെന്നും നാട്ടുകാർ പറയുന്നു. ജനം, ഇടുക്കി.